ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രപ്പോസിഷൻ എന്താണെന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒന്നെങ്കിൽ അതെന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം, ഫാൾസ് ആയിരിക്കണം. ആ ഒരു സെൻറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മീനിങ് ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഇനി ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പ്രപ്പോസിഷൻ ആവില്ല ഏതൊക്കെ സമയത്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് സൂചിപ്പിക്കാം. പ്രപ്പോസിഷൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഗ്രാസ് ഈസ് ഗ്രീൻ. ഗ്രാസ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലാണ് എന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ 4+2 = 6, 4+2 = 7, ദർ ആർ 4 ഫിംഗേഴ്സ് ഇൻ എ ഹാൻഡ്. ഈ ഒരു ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, മീനിങ് ഫുൾ ആണ്. അതിൻ്റെ ഐദർ ട്രൂ ഓർ ഫാൾസ് ആണ് ഉള്ളത്, രണ്ടും കൂടി വരുന്നില്ല. പക്ഷേ നോട്ട് പ്രപ്പോസിഷൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, നോട്ട് പ്രപ്പോസിഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സെൻറ്റൻസ് എപ്പോഴാണ് പ്രപ്പോസിഷൻ ആവാതിരിക്കുക എന്ന് കുറിച്ച് പറയുകയാണെങ്കിൽ, ക്ലോസ് ദ ഡോർ ഒന്നാമത്തെ എക്സാമ്പിളാണ്. ക്ലോസ് ദ ഡോർ. നമുക്കറിയാം, സെൻറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിലെ സെൻറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെൻറ്റൻസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ് ഈസ് കാൾഡ് എ സെൻറ്റൻസ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ സെൻറ്റൻസ് നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നതാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്, 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്. ഇംപെരേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസ്, രണ്ടാമത്തേത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, മൂന്നാമത്തേത് ഇംപെരേറ്റീവ് സെൻറ്റൻസ്, ആൻഡ് നാലാമത്തെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 4 സെൻറ്റൻസ് ആണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് 4 ഡിക്ലറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപെരേറ്റീവ്, അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് ആണെങ്കിൽ മാത്രമേ അതെന്തായിരിക്കുള്ളൂ, പ്രപ്പോസിഷൻ ആവുകയുള്ളൂ. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് ആണെങ്കിൽ മാത്രമേ ഒരു പ്രപ്പോസിഷൻ ആവുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാ സെൻറ്റൻസും എന്തായിരിക്കും, നോട്ട് പ്രപ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ ഈസ് കാൾഡ് ആൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. അതായത് ആ ഒരു സെൻറ്റൻസിൻ്റെ മുമ്പിൽ എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ മുമ്പിൽ എന്തുണ്ടായിരിക്കും, വാട്ട്, വേർ, വെൻ, വൈ, ഡു ഓർ ഹാസ് ഓർ ഹാവ്. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായിരിക്കും, ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവില്ല, പ്രപ്പോസിഷൻ ആവുകയില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെൻറ്റൻസുകളായിരിക്കും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതേ സെൻറ്റൻസിന് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈ, ഹൂ, ഡു ഓർ ഹാസ്, ആ ക്വസ്റ്റ്യനുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സെൻറ്റൻസിനാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വെൻ യു വിൽ കം ടുമാറോ, വെൻ യു വിൽ കം ടുമാറോ, വേർ ഡു യു ലിവ്, ഡു യു ഹാവ് എ പെറ്റ് അറ്റ് ഹോം. ഈ ഒരൊക്കെ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ പോലെയാണ് തുടങ്ങുന്നത്. വെന്ന്, വേർ, ഡു ഒക്കെ കാണാം. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ എന്തുണ്ടാകും, ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാകും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സെൻറ്റൻസിനെ നമുക്കെന്ത് പറയാൻ പറ്റിയിട്ടില്ല, അത് പ്രപ്പോസിഷൻ ആണെന്ന് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു സെൻറ്റൻസാണ് ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ കമാൻഡ് ഓർ എ റിക്വസ്റ്റ് ഈസ് കാൾഡ് ആൻ ഇംപെരേറ്റീവ് സെൻറ്റൻസ്. അവർ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും, ഒരു കമൻ്റ് ആയിരിക്കും. കമൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞ അല്ലെങ്കിൽ അഭ്യർത്ഥന എന്നിവയെ സൂചിപ്പിക്കുന്ന വാചകത്തെയാണ് നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഷട്ട് ദ ഡോർ, ഷട്ട് ദ ഡോർ എന്താണ്, ഒരു ആജ്ഞാപിക്കണം. ബി ക്വയറ്റ്, അതെന്താണ്, ക്ലാസ്സിൽ സംസാരിക്കാതിരിക്കണം. ബി ക്വയറ്റ് എന്ന് ടീച്ചർ പറയുമ്പോൾ അതെന്താണ്, ആജ്ഞാപിക്കുകയാണ്. അതുപോലെ പ്ലീസ് ഹെൽപ്പ് മീ, ഇതൊക്കെ എന്താണ്, ഒരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇത്തരം രീതിയിലുള്ള സെൻറ്റൻസ്. അപ്പോൾ ഈ ഒരു ഡിക്ലറേറ്റീവും ഇംപെരേറ്റീവ് സെൻറ്റൻസും പറയുമ്പോൾ അതിൻ്റെ 2 സെൻറ്റൻസിന് അവസാനത്തിൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇംപെരേറ്റീവ് സെൻറ്റൻസിൽ എന്തായിരിക്കും, സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൽ പ്രത്യേകം സൂചിപ്പിക്കില്ല. പക്ഷേ അതെന്തായിരിക്കും, യു എന്നുള്ളത് അതിൽ ഒളിഞ്ഞിരിക്കും. അതായത് ഇൻ ആൻ ഇംപെരേറ്റീവ് സെൻറ്റൻസ് ദ സബ്ജക്റ്റ് യു ഈസ് നോട്ട് എക്സ്പ്രസ്. അവിടെ എന്തായിരിക്കും, സബ്ജക്റ്റ് എന്തായിരിക്കില്ല, യു എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് എക്സ്പ്രസ് ചെയ്തില്ല. പക്ഷേ അതെന്താണ്, അണ്ടർസ്റ്റുഡ് ആണ്. ഷട്ട് ദ ഡോർ, ഒരു ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് അതിൽ സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ അതിൽ സബ്ജക്റ്റ് എന്താണ്, പക്ഷേ നമുക്കറിയാം അത് ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ആരോടാണ് പറയുന്നത് എന്നുള്ളത് ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അപ്പോൾ അതൊന്നും നമ്മളെ ടോപ്പിക്കിൽ വരുന്നതല്ല, അതൊക്കെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. അതൊക്കെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, ഇംപെരേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ട്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് മാത്രമാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഐദർ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ.
അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഫീലിങ്സ് ലൈക്ക് ഹാപ്പിനെസ്, ആങ്കർ എക്സെട്ര. അതായത് ആശ്ചര്യം, ശക്തമായ വികാരം എന്നിവയെ സൂചിപ്പിക്കുന്ന വാചകങ്ങളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ഒരു എക്സ്ക്ലമേറ്ററി പോയിൻ്റ് ഉണ്ടാകും. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇറ്റ് ഈസ്, ഹൗ ക്വിക്ക്ലി ഹി റൺസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശ്ചര്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്ന സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് സ്ട്രോങ് ഫീലിങ്സ് ലൈക്ക് ഹാപ്പിനെസ്, ആങ്കർ എക്സെട്ര ഈസ് കാൾഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഉണ്ടായിരിക്കും. അതായത് ആശ്ചര്യം, ശക്തമായ വികാരം എന്നിവയെ സൂചിപ്പിക്കുന്ന വാചകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്, ഹൗ ക്വിക്ക്ലി ഹി റൺസ്, വാട്ട് എ മെലഡിയസ് സോങ്. അപ്പോൾ ഇത്രയും ആശ്ചര്യത്തോടു കൂടി പറയുന്ന ആ ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് പ്രപ്പോസിഷൻ, ഒരു സെൻറ്റൻസ് എപ്പോഴായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവാതിരിക്കുക അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ആവാതിരിക്കുക എന്ന് പറയുന്നത് ഇത്രയും ഘട്ടങ്ങളാണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയാലും ഇമ്പേരേറ്റീവ് സെൻറ്റൻസ് ആയാലും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയാലും അതെന്തായിരിക്കില്ല? അത് പ്രപ്പോസിഷൻ ആയിരിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളിലേക്ക്, ഈ ഒരു ചിത്രത്തിലുള്ള ഒന്നാമത്തെ എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ക്ലോസ് ദ ഡോർ ക്ലോസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു ഇമ്പാരേറ്റീവ് സെൻറ്റൻസ് ആണ്. അതെന്താണ്? ഒരു ആജ്ഞാപിക്കുന്നതായിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് കാണുന്നത്. ക്ലോസ് ദ ഡോർ. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനോട് എന്താ പറയുക? ക്ലോസ് ദ ഡോർ. അതെന്താണ്? ഒരു ആജ്ഞാപിക്കണം. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു. ഈ ഒരു ആജ്ഞാപിക്കുന്ന അല്ലെങ്കിൽ അഭ്യർത്ഥന എന്നിവ ഒക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു സൂചിപ്പിക്കുന്ന വാചകത്തെ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് നമ്മൾ ഇമ്പാരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാരേറ്റീവ് സെൻറ്റൻസ് എന്തായിരിക്കില്ല? പ്രപ്പോസിഷൻ ആവുകയില്ല അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആവുകയില്ല. ക്ലോസ് ദ ഡോർ എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ആജ്ഞാപിക്കുക, ഒരു കമൻ്റാണ്. അപ്പോൾ ആ കമൻ്റ് എന്താവില്ല? പ്രപ്പോസിഷൻ ആവുകയില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2. ആ ഒരു കേസ് എന്ന് പറയുന്നത്, ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് എന്തായിട്ടില്ല? ഡിഫൈൻ ചെയ്തിട്ടില്ല. എക്സ് എന്താവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, ഏത് നമ്പേഴ്സും ആവാം. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റൻസ് നമുക്ക് പ്രപ്പോസിഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കണം. ഇത് ട്രൂ ആവാൻ സാധ്യതയുള്ള ഫാൾസും ആവാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് അതെന്തല്ല? പ്രപ്പോസിഷൻ അല്ല. അതായത് ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 1 ഒരിക്കലും 2 എന്തായിരിക്കില്ല? കൂടുതലാവില്ല. അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ 2 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ 2 ഈസ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയില്ല. 2 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താവാം? ഫാൾസ് ആവാം. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എക്സ് 3 ആണെങ്കിൽ 3 ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൻ്റെ അവസ്ഥ എന്താണ്? 3 എന്താണ്? 2 കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ആ ഒരു സെൻറ്റൻസ് ട്രൂവും ആണ്. അപ്പം ഒരു സെൻറ്റൻസ് ഒന്നെങ്കിൽ അത് ട്രൂ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അതെന്തായിരിക്കണം? ഫാൾസ് ആയിരിക്കണം. ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ബോത്ത് ട്രൂ ആൻഡ് ഫാൾസ് ആണ്. അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോസിഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രപ്പോസിഷൻ. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹീ ഈസ് വെരി റിച്ച്. ഹീ ഈസ് വെരി റിച്ച്. അവൻ വലിയ സമ്പന്നനാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് കൃത്യമായിട്ട് എന്താവാം? ട്രൂ ആവാനും സാധ്യതയുണ്ട്, ഫാൾസ് ആവാനും സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അതെന്തായിരിക്കും? ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അതെന്തായിരിക്കണം? ഫാൾസ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എന്താണ്? പ്രപ്പോസിഷൻ അല്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇഫ് ദ സെൻറ്റൻസ് ഈസ് പ്രൊസീഡഡ് ബൈ അതർ സെൻറ്റൻസ് ദാറ്റ് മേക്സ് ദ പ്രൊനൗൺ ഓർ വേരിയബിൾ റെഫറൻസ് ക്ലിയർ ദെൻ ദ സെൻറ്റൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ആ ഒരു വേരിയബിളൊക്കെ നേരത്തെ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് എക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ എക്സ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ആ വേരിയബിൾ റെഫറൻസ് ക്ലിയർ ആണെങ്കിൽ നമുക്കത് പറയാം ആ സെൻറ്റൻസിനെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയാം. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്തായിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 1 എക്സിൻ്റെ വാല്യൂ എന്നുള്ളത് എന്താണ്? 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടാണെങ്കിൽ, അതായത് വേരിയബിൾ റെഫറൻസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? എക്സ് എന്താണ്? നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, അത് 1 ആണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്? പ്രപ്പോസിഷൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ്, പ്രപ്പോസിഷൻ രണ്ടും ഒന്നാണെന്നുള്ളത് ഓർമ്മയിലുണ്ടാകുക. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോസിഷൻ ആണ്. നമുക്കറിയാം അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2 ട്രൂത്ത് വാല്യൂ ആണ്. ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കും, ട്രൂ നമുക്ക് ടി എന്നും ഡിഫൈൻ ചെയ്യും. ഫാൾസ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ 2 ഈസ് എ 1, നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളതിൽ എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കും. 1 ഗ്രേറ്റർ ദാൻ 2 എന്നാവും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1 എപ്പോഴും എന്താണ്? 2 എന്താണ് വലുതല്ല. 1
രണ്ടിനെക്കാട്ടിൽ എന്താണ് ചെറുതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തി നമ്മൾ എന്താണ് അതിൻ്റെ ട്രൂത്ത് വാല്യൂയെ കുറിച്ചാണ് പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ട്രൂത്ത് വാല്യൂ എന്താണ്? ഫാൾസ് ആണ്. കാരണം 1 എന്താണ് രണ്ടിനെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് 1 ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരിക. സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്ത് ഉറപ്പ് വരുത്തി. കാരണം എന്താണ് എക്സ് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഹീ ഈസ് വെരി റിച്ച്. ഹീ ഈസ് വെരി റിച്ച് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താവാം, ആ ഒരാൾ ഒരു പക്ഷേ ഒരാളെ ഡിഫൈൻ ചെയ്യാതെ ഹീ എന്ന് പറയുന്നത് ആ ആളെ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റിയിട്ടില്ല, അയാൾ ഒന്ന് ട്രൂ ആണോ ട്രൂത്ത് വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഐദർ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം. രണ്ടും കൂടി ആവുന്ന ഐദറല്ല ബോത്ത് ട്രൂവും ഫാൾസും ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക അത് നോട്ട് പ്രപ്പോസിഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ബിൽ ഗേറ്റ് ഈസ് ആൻ അമേരിക്കൻ ഹീ ഈസ് വെരി റിച്ച്. നമുക്കറിയാം ബിൽ ഗേറ്റ്സ് നമുക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹം റിച്ച് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ ഉറപ്പിച്ച് പറയാം ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ പ്രപ്പോസിഷനാണ്. അങ്ങോട്ട് കൂടി മാറിയത് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും പ്രപ്പോസിഷൻ എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ ഈ ബിൽ ഗേറ്റ് ഈസ് ആൻ അമേരിക്കൻ ഹീ ഈസ് വെരി റിച്ച് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ പ്രപ്പോസിഷനാണ്. കാരണം എന്താണ്, ഹീ എന്നുള്ളത് ആരാണ്, ബിൽ ഗേറ്റ് ആണ് നമുക്ക് അറിയുന്നത് കൊണ്ട് അയാൾ നമുക്ക് ഹീ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആരാണ് ഹീ എന്ന് പറയുന്നത്. അപ്പോൾ ഹീ ഈസ് വെരി റിച്ച് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ബിൽ ഗേറ്റ്സ് ഒന്നുകൂടി പറയുകയാണ് ബിൽ ഗേറ്റ് ഈസ് എൻ അമേരിക്കൻ, അയാളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഹീ ഈസ് വെരി റിച്ച്. നമുക്ക് ഹീ ഈസ് വെരി റിച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, അതിൻ്റെ നമുക്കറിയാവുന്നതാണ് ബിൽ ഗേറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവില്ല. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ് നിർബന്ധമായിട്ട് അറിയേണ്ട ഒരാളുടെ പേരാണ് ബിൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ റിച്ച് ആണെന്നുള്ള കാര്യം നമുക്ക് ആ ഒരു കാര്യം അറിയുന്നത് കൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ട്രൂ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഹീ ഈസ് വെരി റിച്ച് എന്ന് മാത്രമാണെങ്കിൽ അതെന്താണ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, പ്രപ്പോസിഷൻ അല്ല. സ്റ്റേറ്റ്മെൻറ്റ് പ്രപ്പോസിഷൻ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഹീ എന്ന് പറയുന്ന ആളെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് അറിയപ്പെടുന്ന ആളാണെങ്കിൽ അയാളെന്തെങ്കിൽ എന്താവാം, പൈസക്കാരനാണെങ്കിൽ അയാൾ എന്തായിരിക്കും ആ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. പൈസക്കാരനല്ലെങ്കിൽ എന്തായിരിക്കും ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. പക്ഷേ ആ ഒരു സെൻറ്റൻസ് എന്തായിരിക്കും, സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ഐദർ ട്രൂ ഓർ ഫാൾസ് ആവാനാണ് സാധ്യത. അതുകൊണ്ട് അതെന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അതെന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഒന്നെങ്കിൽ അതെന്താ ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഫാൾസ് ആവാം. രണ്ടും കൂടി ബോത്ത് ട്രൂ ഓർ ഫാൾസ് വരാത്തത്, ബോത്ത് ട്രൂ ആൻഡ് ഫാൾസ് വരുന്നത് എന്തല്ല, പ്രപ്പോസിഷൻ അല്ല, സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് വേറൊരു എക്സാമ്പിളുകളാണ്. x+2 ഈസ് പോസിറ്റീവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേ ഐ കം ഇൻ. 3 ലോജിക് ഈസ് ഇൻട്രസ്റ്റിംഗ്. 4 ഇറ്റ് ഈസ് ഹോട്ട് ടുഡേ. 5 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, -1 അല്ലെങ്കിൽ -1 ഗ്രേറ്റർ ദാൻ 0. 6th ക്വസ്റ്റ്യൻ, x+y = 12. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് പ്രപ്പോസിഷൻ എന്താണ്, നോട്ട് പ്രപ്പോസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ലാസ്റ്റ് കാണുന്ന ആ ഒരു എക്സാമ്പിളിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, അതിൻ്റെ എന്തുകൊണ്ട് അത് പ്രപ്പോസിഷൻ ആയിട്ടില്ല, എന്തുകൊണ്ട് പ്രപ്പോസിഷൻ ആയി എന്നതിനുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് വീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു ആൻസർ എല്ലാവരും എന്ത് ചെയ്യുക ഒരു വർക്കായിട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമൻറ്റ് ഓൺ ഇറ്റ്. ഓക്കെ.